ജീവിതത്തിൽ പലയിടങ്ങളിലും നാം താളടിയായി പോകുന്നതിന് തൊട്ട് മുമ്പാകെ ഭയം കടന്നു വന്നേക്കാം. അതായത് ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ചില ഭയങ്ങൾ നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അടിമുടി മാറുന്നത് കാണുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഇപ്രകാരം ശത്രുവായവൻ കൊണ്ടുവന്നിടുന്ന ഭയത്തെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ മാറട്ടെ. കാരണം മാനുഷിക യുക്തിക്കനുസരിച്ചല്ല ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. മാനുഷിക യുക്തിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതെ, സാഹചര്യങ്ങളെല്ലാം ഒരുപക്ഷെ പ്രതികൂലമായേക്കാം, പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നും ജീവിക്കുന്ന യേശു കൂടെയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവത്തിലെ, ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്നവർ അനേകരുണ്ട്. എന്നാൽ ഈ ദൈവം നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല. നിങ്ങളെ അന്ത്യം വരെയും വഴി നടത്താൻ അവൻ ശക്തനാണ്. ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രുവായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ചിന്തകളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. ഇല്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ നന്മ അനുഭവിക്കുമെന്ന് പറയണം. പ്രിയ ദൈവത്തിലെ, എത്ര ആരോഗ്യമുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇടറിയാൽ, അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നു പോയാൽ അദ്ദേഹത്തിന് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ. എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളോട് ചിലർ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ തളർത്തുന്നെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതേ പ്രിയ ദൈവത്തിലെ, നശിപ്പിക്കാൻ കടന്നു വരുന്ന ശത്രുവിനെ തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിന്റെ നടുവിലും വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത്. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പാകെ എത്തുമ്പോ ഇനി ഈ ചെങ്കടൽ കടക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം പലരും പിറുപിറുക്കാൻ തുടങ്ങി. മാത്രമല്ല, തങ്ങളെ പിടിച്ച് അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ തങ്ങളുടെ അടുക്കലേക്ക് ഓടിവരുന്ന രഥങ്ങൾ ഉയർത്തുന്ന പൊടിപടലങ്ങൾ അവരെ ഭയത്തിലാക്കി. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനിയ സൈന്യം. ഇനി എന്തു ചെയ്യും? ഈ സാഹചര്യം അനേകരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയം കൊണ്ടുവന്നെങ്കിലും ദൈവ ശബ്ദം കേൾക്കുന്ന ഒരുവനിലൂടെ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ജീവിത മേഖലകളിലെ എല്ലാ സാഹചര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം കൊണ്ടുവരുന്നതാണ് എങ്കിലും തളർന്നു പോകരുത്, താളടിയായി പോകരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അതെ, എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി കാണണമെന്നും അനുഭവിക്കണമെന്നും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ചുറ്റും വിഷയങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോ പരിതപിക്കാതെ, പെട്ടുപോയെന്ന് പറയാതെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രതിസന്ധികളുടെ നടുവിലും പുതിയ വഴികൾ തുറക്കുവാൻ ഈ ദൈവം ശക്തനാണ് എന്ന് പ്രിയദൈവത്തിലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭയത്തിലായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ദൈവ ശബ്ദം കേട്ടവൻ പറയുകയാ, ഭയപ്പെടേണ്ട. ഇന്ന് ഭയപ്പെട്ടിരിക്കുന്ന പ്രിയദൈവത്തിലെ നിങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവം ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭയപ്പെടല്ലേ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി കാണുവാൻ പോകുകയാണ്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതപ്രകാരം തന്നെ ഇരിക്കട്ടെന്ന്. സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ കഴിയുന്ന, പുതുവഴികൾ തുറക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇന്നൊന്നുറയ്ക്കണം. എരിയുന്ന തീച്ചൂളയിൽ എറിയപ്പെടേണ്ടി വന്നാലും നാലാമനായി അവിടെയും വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടം കൊണ്ട് തീരാനല്ല നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത്. നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതെ, യേശുവിന്റെ കരത്തിലെ ഒരു ആയുധമായി ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയ ദൈവത്തിലെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യും. യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ വിശദീകരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് 4:37 പടക നിറയുമാറ് തിരമാല അതിന്റെ അകത്തേക്ക്
ഇടിച്ചു കയറി എന്ന് കാണുവാൻ കഴിയും. അതായത് മുന്നിൽ മരണം മാത്രം കാണുന്ന ഒരവസ്ഥ. അനുഭവ സമ്പന്നരായ ശിഷ്യന്മാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പരാജയം സംഭവിക്കുമോ എന്ന ഭയം അവരെ ഭരിക്കുകയാണ്. യുക്തിപരമായി ചിന്തിച്ചാൽ പടക് മുങ്ങാനും അവർ മരിക്കാനും പോകുകയാണ്. എല്ലാ സാഹചര്യങ്ങളും അവർക്കെതിരാ. ആ സാഹചര്യത്തിൽ പടകിലുള്ള യേശുവിനെ അവർ ഉണർത്തുകയാണ്. 38-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാ കാണുന്നത്: ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ശ്രദ്ധിക്കണേ, യേശു അവരോട് കൂടെ പടകിലുണ്ട്. എങ്കിലും അവരുടെ മുമ്പാകെ കടന്നു വന്ന തിരമാലകളും കാറ്റും കോളും എല്ലാം അവരെ ഭയത്തിലാക്കുകയാണ്. അവർ മരിച്ചു പോകുമെന്ന് അവർ ഉറപ്പിക്കുവാൻ തുടങ്ങുകയാണ്. തന്നോട് കൂടെയുള്ളവൻ ആരെന്നോ തങ്ങൾ ആരാണ് എന്നോ അവർ മറന്നു പോകുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു 40-ാമത്തെ വാക്യത്തിൽ അവരെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറയുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമേ, യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാശത്തിലേക്കല്ല പോകുന്നത്, ദൈവിക അനുഗ്രഹത്തിലേക്കാണ് എന്ന് തിരിച്ചറിയണം. ഇന്ന് വിശ്വസിക്കണം, അധികാരത്തോടെ കൽപ്പിക്കണം, അത് സംഭവിക്കാൻ പോകുകയാണ്. യേശു കാറ്റിനോടും കടലിനോടും സംസാരിക്കുമ്പോൾ അത് അനുസരിക്കുകയാണ്. ഇന്ന് യേശു നമ്മിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നാം കൽപ്പിക്കുന്നത് സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്? ജീവിതയാത്രയിൽ എല്ലാം തീർന്നു എന്ന് സാഹചര്യം നിങ്ങളോട് പറഞ്ഞേക്കാം, എല്ലാം തീർന്നെന്ന് കൂടെയുള്ളവർ നിങ്ങളോട് പറഞ്ഞേക്കാം. എന്നാൽ ഇന്നൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: ഇല്ല, നിങ്ങൾ തീരുകയല്ല. നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ഭയത്തിലല്ല തുടരേണ്ടത്, മറിച്ച് ജീവിക്കുന്ന യേശുവിലുള്ള വിശ്വാസത്തിലും ധൈര്യത്തിലും മുന്നോട്ട് ചുവടുകൾ വെക്കേണ്ടത് ആവശ്യമാണ്. ശത്രുവായവൻ അവനെ കൊണ്ട് പറ്റുന്നതെല്ലാം ശ്രമിച്ചാലും യേശു നിങ്ങളോട് കൂടെയുള്ളിടത്തോളം കാലം ശത്രുവിന്റെ ഒരു തന്ത്രവും നടക്കുകയില്ല. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. പ്രിയ ദൈവത്തിലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങ് അറിയുന്നു. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളുടെ മേലും ഒരു ജയത്തെ കൽപ്പിച്ചാക്കുന്നതിനാണ് നന്ദി. ഇവരുടെ ജീവിതയാത്രയിൽ നിന്ന് ഭയം നീങ്ങിപ്പോകട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.